പൊങ്കാല റോസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. 2 വെട്ടുതുണി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലിറ്റ് സ്ട്രോങ് ആക്കിയെടുക്കാം. ആന പിടിച്ചാൽ പോലും കീറിപ്പോകത്തില്ല. തുണി കീറിപ്പോവും, പക്ഷേ നമ്മുടെ സ്ലിറ്റ് പൊട്ടിപ്പോകത്തില്ല. എന്താണ് നമുക്ക് അതിൻ്റെ ട്രിക്ക് നമുക്ക് നോക്കാം. ഇതുപോലെ രണ്ട് ചെറിയ പീസ് നമ്മൾ എടുക്കുക. അതിന് മുമ്പ് ഞാൻ ഈ സ്ലിറ്റും തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണിത് ചെയ്ത് വെക്കേണ്ടതെന്ന്. ഈ കറക്റ്റ് സ്ലിറ്റിൻ്റെ പൊസിഷൻ നമ്മളിങ്ങനെ തയ്ക്കാൻ വേണ്ടി എടുത്തിടുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, ആദ്യമേ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് നമുക്ക് സ്ലിറ്റിൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് അടിച്ച് നിർത്തിയിരിക്കണം. അല്ലാതെ സ്ലിറ്റ് അടിച്ചതിന് ശേഷം പോയി അടിക്കാൻ പാടില്ല. ആദ്യം ഇവിടം വരെ നമ്മൾ അടിച്ച് നിർത്തുന്നു. അവിടുന്ന് ഇങ്ങനെയല്ലേ നമ്മുടെ സ്ലിറ്റ് ഇരിക്കേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് 2 വശവും എത്ര ഭാഗം വീതം അടിക്കണമെന്ന് നമ്മൾ കണക്ക് കൂട്ടി മടക്കിയെടുക്കുന്നു. ഇപ്പം കണ്ടോ, ഞാൻ ഈ ഏതാണ്ടൊരു 1/2 ഇഞ്ചിൽ 2 വശവും മടക്കി. വേണം നിങ്ങൾക്കൊന്ന് അയൺ ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ചെയ്ത് പ്രസ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം ഈ കുഞ്ഞു കഷ്ണം നമുക്ക് മെഷീനിൽ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരാം. ജസ്റ്റ് നമ്മൾ വള്ളിയൊക്കെ തയ്ക്കത്തില്ലേ, അതുപോലെ ഈ 2 പീസും ഞാൻ അങ്ങനെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതും കൂടെ നമുക്ക് അതുപോലെ തയ്ക്കാം. ഇത്രയും വീതിയെ കാണാവേ, ഒരു 1/4 ഇഞ്ച് വീതി മതി, അതിൽ കൂടുതൽ വേണ്ട. അതിൽ കൂടുതലായ വൃത്തികേടാം. 2 പീസും നമ്മളങ്ങനെ തയ്ച്ചെടുത്തു. എന്നിട്ട് നോക്കിക്കോണേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഭാഗമില്ലേ, അത് നമ്മളിങ്ങനെ മെഷീനിലോട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തുറന്ന് വെക്കുന്നു. നമ്മൾ എങ്ങനെയാണോ അത് മടക്കി അടിക്കേണ്ടത്, ആ മടക്കി അടിക്കേണ്ട ആ കറക്റ്റ് പൊസിഷനിൽ സ്ലിറ്റ് ഓപ്പൺ ആകുന്നിടത്ത് കൊണ്ടും നമ്മൾ ഈ പീസിനെ ഇങ്ങനെ ഒരറ്റം അകത്തോട്ട് മടക്കി വെച്ചു, കണ്ടോ. എന്നിട്ട് മറ്റേ അറ്റം ഇപ്പുറത്തും മടക്കി വെച്ചു. ഇത്രയും പണിയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നു. പക്ഷേ സ്ലിറ്റ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, സ്ലിറ്റല്ല പീസ് വെക്കുമ്പം ഈ സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങും നമ്മൾ വെച്ച തുണിയും ഒരേ പോയിന്റിൽ നിൽക്കണം. അത് മുകളിലോട്ട് കയറിയോ താഴേക്ക് ഇറങ്ങിയോ നിൽക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഈ വെച്ച പീസിൻ്റെ 4 വശവും ഒന്ന് തയ്ച്ചെടുക്കാം. 4 വശവും ഇങ്ങനെ അല്ലാതെ ഒരു രീതിയിൽ തയ്ക്കുന്നത് ഞാൻ ഇന്നാളിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പോയി നോക്കാം. ഇത് തന്നെയാണ് ഞാൻ സ്ലിറ്റ് തയ്ച്ചു വരുമ്പം പിടിപ്പിക്കുകയായിരുന്നു. ഇതങ്ങനല്ല. ഇതാദ്യം ഇങ്ങനെ ഈ 4 വശവും മടക്കി നമ്മൾ ഓരോ തയ്യൽ കൊടുക്കുന്നു. അതിൻ്റെ ആ ചെറിയ പീസിൻ്റെ മീതേ വേണം അത് തയ്ച്ചെടുക്കാൻ. അപ്പം നമ്മൾ 3 ഭാഗവും തയ്ച്ചു, 4ഉം തയ്ച്ചെടുത്തു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. തയ്ച്ച് കഴിയുമ്പം വേണ്ട കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഒന്നും അറിയാനില്ല, ചെറിയൊരു ചതുരത്തിലൊരു സ്റ്റിച്ച് മാത്രം കണ്ടല്ലോ. ഇനി നമുക്ക് ആ ഭാഗത്തോട്ട് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ച്ച് വരുന്നത് നോക്കാം. നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ ഒരുപാട് മെത്തേഡ് ഞാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും വിഷമിക്കാനില്ല. ഇപ്പോൾ ഈ സ്ലിറ്റ് നമ്മൾ തയ്ച്ചില്ലേ ആ ഒരു അരിക്, ആ വീതി അനുസരിച്ച് നമ്മൾ തുണിയെ ഫുള്ള് താഴേക്ക് മടക്കുന്നു കൃത്യമായിട്ട്. ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്കറിയാം, സ്ലിറ്റ് നല്ലതല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഭംഗി പകുതി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ നേരെ വെച്ച് നമ്മൾ തുണി ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് നമ്മളതിനെ ഒന്നുകൂടെ മടക്കുന്നു. എത്ര മടക്കിയാലും ഒരു 1/2 ഇഞ്ച് താഴെ അടുത്ത് വീതിയിൽ ഫുൾ നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് വെച്ചൊന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. അല്ലെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്താലും മതി. കോട്ടൺ തുണിയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ഥിരം തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇതുപോലെ ഈ മറുവശവും മടക്കണം. ഇപ്പം ഞാൻ മടക്കുന്നില്ല, ഞാൻ നിങ്ങളെ തയ്ച്ച് കാണിക്കാം. നോക്കിക്കോണേ. അപ്പോൾ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടോ ഇങ്ങനെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു അരികിലൂടെ നമുക്ക് തയ്ച്ച് തുടങ്ങാം. വലിച്ചു പിടിക്കരുത്, ഒട്ടും വലിക്കരുത്. നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, അത് കാരണം നമുക്ക് ഇങ്ങനെ അങ്ങ് അടിച്ചു പോകാം ചുളിവില്ലാതെ. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പം ഇങ്ങനെ തുണി ഇങ്ങനെ പൊളഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരരുതേ, വരാതെ നേരെ തന്നെ കൊടുക്കണം. ഇവിടം വരെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നു, കണ്ടല്ലോ. മുമ്പ് തയ്ച്ച അതിൻ്റെ മുകളിലൂടെ തയ്ച്ച് തന്നെ നിർത്തി. നമ്മൾ നേരത്തെ കട്ടയ്ക്ക് ചുറ്റും തയ്ച്ചില്ലേ, അതേ അടുപ്പിൽ കൂടെ തന്നെ അടിക്കണം, അല്ലെ പല അടുപ്പായിട്ട് പോകും. ഇവിടെ കൊണ്ട് നിർത്തി നേരെ തിരിച്ച് താഴോട്ട് നമ്മൾ അങ്ങടിക്കുക.
ഈ വശം ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾക്ക് തയ്ക്കേണ്ട സമയത്ത് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി കേട്ടോ. ചുളിവില്ലാതെ അങ്ങോട്ട് ചെയ്ത് വിടണം. നമ്മൾ തയ്ച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അടിയിൽ നിന്നൊന്ന് മടക്കി കൊടുത്തേക്കണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഒരിക്കലും മറുവശത്തോട്ട് പോകരുത്. ഇതേ ഇപ്പം തയ്ച്ച് നിർത്തിയിടത്തും തന്നെ ആ എൻഡിൽ നിന്ന് വേണം തുടങ്ങാൻ. എന്തിനാ അങ്ങനെ പറയുന്നറിയാവോ? അഥവാ നമ്മളിപ്പം തയ്ക്കുമ്പോൾ എന്തെങ്കിലും ചുളിവ് ഉണ്ടായെന്ന് കൂട്ടിക്കോ, ഉണ്ടെങ്കിൽ തന്നെ ഈ ട്രിപ്പ് ഇങ്ങനെ സൈഡിൽ കൂടെ അടിക്കുമ്പം ആ ചുളിവ് ഇല്ലാതെ വരും. അതിനു വേണ്ടിയാണ്. എങ്ങോട്ടടിച്ചോ അതിന് നേരെ ഓപ്പോസിറ്റിൽ വേണം തിരിച്ചു പിടിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ചുളിവില്ലാതെ തയ്ച്ച് പോരുന്നത് കണ്ടോ? അങ്ങനെ നമുക്ക് തയ്ച്ച് കൊണ്ടുവന്ന് ആ സ്ലിറ്റ് നമ്മൾ തുടങ്ങിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഒന്നുകിൽ കുത്തി നിർത്താം, അല്ലെങ്കിൽ ഒരു ചെറിയ കെട്ടിടുന്ന പോലെ രണ്ടടി പഠിക്കാം. ഞാൻ ചെയ്തത് മുന്നോട്ട് സ്വല്പം അടിച്ചു, എന്നിട്ട് തിരിച്ച് സൈഡിലൂടെ നമുക്ക് താഴേക്ക് ഫുള്ളടിച്ച് നിർത്താം. നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നു. ഇനി ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാവേ. തയ്ച്ചത് കാണണ്ടേ? എൻ്റെ കൂട്ടുകാരൊക്കെ ഇനി ഇങ്ങനെ തയ്ക്കണേ. എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്ന പറയട്ടെ. നല്ല ബോഡി ഫിറ്റ് ആയിട്ടുള്ള നല്ല ചുരിദാർ തയ്ക്കുമ്പം സ്ലിറ്റ് ഇറുക്കമല്ല, നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വലിച്ചു കയറ്റിയൊക്കെ ഇടുമ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചുരിദാറിന് കൃത്യമായും ഇങ്ങനെ തയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. കോട്ടൺ തുണിയാണ് പ്രത്യേകിച്ചും. അതെ, സ്ലിറ്റിൻ്റെ തയ്യലൊക്കെ അവിടെ നിൽക്കും, നടുക്കൂടെ പൊട്ടി കീറി അങ്ങ് പോകും. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ, മറുവശം നല്ല വശത്തേക്കാളും നല്ലതാണ് മറുവശം അല്ലേ? കണ്ടോ, നല്ലതായിട്ടിരിക്കുന്നത്. ഈ റെഡിമെയ്ഡ് വാങ്ങുന്ന ചുരിദാറിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് തയ്ക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് തരിക, ഷെയർ ചെയ്യുക. താങ്ക്